സമയമിതിൽ ബലിയണയ്ക്കാം കാഴ്ചകളെ, തിരയിളകും ഓർമ്മകളെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുകയാണ്. പരിശുദ്ധ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കാനുള്ള പ്രാർത്ഥന നമുക്ക് കാഴ്ചവെക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിറയട്ടെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം യാചിച്ച് വിശുദ്ധിയോടെ ഭക്തിയോടെ സ്നേഹത്തോടെ നമുക്ക് ഈശോയുടെ ബലിയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമി
ഈശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്നെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തുകയും നിത്യകിരീടമണിയിക്കുകയും ചെയ്ത അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെയും ശക്തരാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാമിൻ മാമലയിങ്കൽ പാർത്തുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ
വാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലീനം വാങ്ങാത്തവനും ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ അറിവുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ്വര, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്തേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 15-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ദേവന്മാരിൽ
ആരുണ്ട്? കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണ്ണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലതുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്ന് വിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ, കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. രണ്ടാം വായന. സ്ലീഹന്മാരുടെ പുസ്തകങ്ങൾ വായന, അധ്യായം 1, 6 മുതൽ 14 വരെയുള്ള വാക്യം. കർത്താവെ ആശീർവദിക്കട്ടെ. മിശിഹ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സ്വർഗാരോഹണം. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിനെ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണ്? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മോഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സമ്മോഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നമ്മുടെ കർത്താവായ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, സ്വർഗാരോപിത മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. വിരുദല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സ്വർഗാരോപിതമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും
റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗാരോപിതമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗാരോപിതമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെയും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 16, 17 മുതൽ 27 വാക്യങ്ങൾ കർത്താവെ ആസ്വദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാകുന്നതുവരെ ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്ഥിതി പറഞ്ഞ് അവർ സരള ചിത്തരെ വഴിപ്പിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർക്കുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എൻ്റെ ബന്ധുക്കളായ യാസോസും സാഫിവാത്തറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാറ്റിൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗദിയോസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ അറസ്തോസും സഹോദരനായ കാർത്തോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുശേഷമനുസരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗായുഗാന്തരങ്ങളായി നിഗൂഢമായിരിക്കുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി നിങ്ങൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവശക്തനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജീവനരുളും വചനം ലോകമഖിലം നൽകാൻ ദൈവശക്തിയിൽ നിറയൂ യേശുവിൻ പ്രിയജനമേ. ജീവനരുളും വചനം ലോകമഖിലം നൽകാൻ ദൈവശക്തിയിൽ നിറയൂ യേശുവിൻ പ്രിയജനമേ.
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12 വാക്യങ്ങൾ 46 മുതൽ. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു വന്നു നിന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കും. മിശിഹായിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകളേറ്റ സ്നേഹത്തോടെ നേരുകയാണ്. ദൈവവചനത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വചനത്തിന് സാക്ഷ്യം വഹിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവവചനത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വചനത്തിന് സാക്ഷ്യം വഹിച്ചവൾ. വചനസാക്ഷിയായ പരിശുദ്ധ അമ്മയുടെ അധരത്തിൽ ഒരേ ഒരു നാമമേ ഉണ്ടായിരുന്നുള്ളൂ. ചിന്തയിൽ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൃദയത്തിൽ ഒരു രൂപവും ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അധരത്തിൽ ഈശോ എന്ന നാമം, ചിന്തയിൽ ഈശോ എന്ന കാര്യം, ഹൃദയത്തിൽ ഈശോ എന്ന രൂപം, ജീവിതത്തിൽ ഈശോ എന്ന ലക്ഷ്യം. അങ്ങനെയുള്ള അമ്മയുടെ സന്നിധിയിലാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ അമ്മയോടാണ് നമ്മൾ മാധ്യസ്ഥം വഹിച്ച് യാചിക്കുന്നത്. നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന പ്രാർത്ഥന, കുടുംബത്തിലെ മക്കളെ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ വളർത്തണമെന്നുള്ള ആഗ്രഹം, കുടുംബത്തിലെ മാതാപിതാക്കൾ ഉത്തരവാദിത്ത ബോധമുള്ള, ദാമ്പത്യ വിശ്വസ്തതയുള്ള, നന്മയുള്ള, മാതൃക നൽകുന്ന നല്ല അപ്പന്മാരും അമ്മമാരുമായി തീരുന്ന വലിയ ആഗ്രഹം, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും ഈശ്വര വിശ്വാസവും സമൃദ്ധമായി ഉണ്ടാകണം വലിയ ആഗ്രഹത്തോടെ, കുടുംബങ്ങൾ തിരുക്കുടുംബം പോലെ ആയിത്തീരുന്ന വലിയ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തിരുനാൾ ഓരോ അമ്മമാരുടെയും തിരുനാളാണ്. കാരണം മറിയത്തിൻ്റെ മാതൃത്വത്തിൽ പങ്കുചേരുന്നവരാണ് ഓരോ അമ്മമാരും. ജീവിക്കുന്ന പരിശുദ്ധ കന്യകാമറിയങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ നമുക്ക് ജന്മം നൽകിയ അമ്മമാർ. മറിയം പറയുകയാണ്, ആരെങ്കിലും എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും എൻ്റെ സാമീപ്യം കൊതിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം അമ്മയെ ഓർക്കട്ടെ. അമ്മയുടെ ത്യാഗത്തിൻ്റെ, അമ്മയുടെ സ്നേഹത്തിൻ്റെ, കണ്ണീരിൻ്റെ കഥ ഓർക്കട്ടെ. എവിടെയൊക്കെയാണോ മാതൃത്വം അംഗീകരിക്കപ്പെടുക, എവിടേക്കാണ് സ്ത്രീത്വം ആദരിക്കപ്പെടുക, അവിടേക്ക് ഞാനുണ്ടെന്നാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അമ്മ എന്നാൽ ഒരു അത്ഭുതവും അനുഗ്രഹവുമാണ്. എത്ര വിളിച്ചാലും മതി വരാത്ത പദമാണ് അമ്മ. എത്ര പറഞ്ഞാലും കൊതി തീരാത്തൊരു വാക്ക്. അമ്മയുടെ സ്നേഹത്തിന് അതിർത്തികളില്ല. അമ്മയുടെ ക്ഷമയ്ക്ക് അതിരുകളില്ല. അമ്മയുടെ ശുശ്രൂഷയ്ക്കോ പ്രാർത്ഥനയ്ക്കോ സമാനതകൾ കണ്ടെത്തുവാൻ സാധിക്കുകയുമില്ല. സ്വർഗത്തോളം സ്നേഹിക്കുകയും ഭൂമിയോളം സഹിക്കുകയും ചെയ്യുന്ന അമ്മമാർ. ഇങ്ങനെയുള്ള അമ്മയ്ക്കെതിരായൊരു വാക്കുച്ചരിച്ചാൽ, അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീർത്തുള്ളികൾ അടർന്നു വീഴ ഇടയായാൽ അവിടെ തുടങ്ങും നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ നാശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, അമ്മയെ പ്രകോപിപ്പിക്കുന്നവൻ അപകീർത്തിക്കിരയാകും, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ സ്വർഗ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, പണ്ടുണ്ടായിരുന്ന പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന സുഹൃത്ത്, അവൻ പലപ്പോഴും സംസാരിക്കാൻ വന്നിരിക്കും, കൂടെ കുറേ കാര്യങ്ങൾക്ക് പറയും. വീട്ടിലെ കാര്യങ്ങളാണ് പലപ്പോഴും പങ്കുവെക്കുക. അവൻ്റെ അപ്പൻ പണ്ടേ മരിച്ചുപോയതാണ്. അമ്മയുണ്ട്, പക്ഷെ അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. ഏത് സമയത്ത് മരണം സംഭവിക്കാം എന്നുള്ള ഒരവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അമ്മയെ ഈശോയുടെ സന്നിധി സമർപ്പിച്ചിട്ടാണ് അവൻ ജോലിക്ക് പോകുന്നത്. അവനൊരു ടാക്സിയുണ്ട്, ഒരു കാറുണ്ട്. ആ കാറിൻ്റെ ഡ്രൈവറാണ്, സ്വന്തമായിട്ടുള്ള കാറ്. അതുകൊണ്ട് ഉള്ള ഓട്ടത്തിലാണ് ജീവിതം, കുടുംബം മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ തയ്യാറാക്കി ഭക്ഷണമൊക്കെ റെഡിയാക്കി അമ്മയെ കുളിപ്പിച്ച് അവിടെ കട്ടിൽ കിടത്തി അടുത്തൊരു ഫോണൊക്കെ വെച്ചിട്ടാണ് അവൻ പോകുന്നത്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞ് പെട്ടെന്ന് വിളിക്കണം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ. അമ്മയെ ഒരുപാട് അവൻ സ്നേഹിക്കുന്നുണ്ട്. അമ്മയുടെ രോഗം അവനെ അസ്വസ്ഥപ്പെടുത്തുന്നുമുണ്ട്.
അമ്മ ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ സഹിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അവൻ വളരെ ആശങ്കാകുലനാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഈ രോഗാവസ്ഥയിലും ഈ അമ്മ ഭാഗ്യവതിയാണ്. ഈ രോഗം അനുഭവിക്കുമ്പോഴും ആ അമ്മ ഭാഗ്യവതിയാണ്. കാരണം യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുവാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി മകൻ്റെ സംരക്ഷണവും സ്നേഹവും കരുതലും ശുശ്രൂഷയും അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പല കുടുംബങ്ങളിലും അങ്ങനൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഞാൻ എൻ്റെ വേറൊരു സുഹൃത്ത്, അവരോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു യാത്ര പോകണം, നാളെ ഒരു യാത്ര പോകണം എന്നൊക്കെ പറഞ്ഞൊക്കെ പ്ലാൻ ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ച് അവരോട് പറഞ്ഞു, നാളത്തെ കാര്യം മറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, അയ്യോ അച്ഛൻ എനിക്ക് വരാൻ പറ്റില്ല, നാളെ എനിക്ക് വരാൻ പറ്റില്ല, കാരണം വീട് വെഞ്ചരിപ്പുണ്ട്, നാളെ വൈകുന്നേരം വീട് വെഞ്ചരിപ്പിന് അച്ഛൻ വരും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, വൈകുന്നേരം അല്ലേ, പകൽ ഫ്രീ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ അമ്മയെ സഹായിക്കാനുണ്ട് എനിക്ക്, വീട് വൃത്തിയാക്കണം, വീട് തുടയ്ക്കണം, വീട്ടിൽ വേറെ ആരുമില്ല, ജോലിക്ക് സഹായിക്കാനൊന്നും ആരുമില്ല, അമ്മയുള്ളൂ, പിന്നെ 2 സഹോദരനുണ്ട്, അവർ കടയിൽ പോകും, അപ്പനും കടയിൽ പോകും, പിന്നെ ഇവൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അമ്മയെ സഹായിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി. പ്രിയമുള്ളവരെ, അമ്മയെ ശുശ്രൂഷിക്കുക, അമ്മയെ സ്നേഹിക്കുക, അമ്മയുടെ കൂടെ ആയിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെയല്ലാത്ത ഇടങ്ങളും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത കണ്ടു, TV ചാനലിൽ വാർത്ത കണ്ടു. 85 വയസ്സുള്ള ഒരു അമ്മയെ സ്വന്തം മകൻ ചവിട്ടിക്കൂട്ടുകയാണ്, ദേഹോപദ്ര ഏൽപ്പിക്കുകയാണ്. 10 രൂപയോ മറ്റോ ഈ മകൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മയെ ക്രൂരമായി ചവിട്ടിക്കൂട്ടുന്നത്. ഇത് അയൽപക്കത്തുള്ള ആരോ വീഡിയോ പിടിച്ച് അത് വാർത്തയായി ചാനലിലൊക്കെ വന്നു. അത് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ അമ്മയ്ക്ക് പരാതിയില്ല, ജാമ്യത്തിൽ ഇറക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ ഈ വാർത്ത വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടാകും. അമ്മയെ തല്ലുന്ന, അപ്പനെ തല്ലുന്ന മക്കളൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട രൂപതക്കാരനാണ് അവിടുത്തെ പഴയ മരിച്ചുപോയ ബിഷപ്പ് ജെയിംസ് പഴയറ്റ് പിതാവ് അച്ഛന്മാരുടെ ഒരു ധ്യാനത്തിനോ മറ്റോ ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. വീട്ടിൽ ഒരു അമ്മാമ്മ രാവിലെ പത്രം വായിച്ച് ഇങ്ങനെ ചാരുകസരിയിരിക്കുകയാണ്. അങ്ങനെ പത്രം വായിച്ചിരിക്കുന്ന സമയത്ത് മകൻ്റെ കുട്ടി വന്നിട്ട് അമ്മാമ്മയെ നിർബന്ധിക്കുകയാണ്, അമ്മാമ്മയെ കണ്ണടച്ചേ ഞാൻ കാണട്ടെ, അമ്മാമ്മയെ കണ്ണടച്ച് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാമ്മയെ അങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ കാര്യമായിട്ട് പത്രം വായിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അവസാനം അമ്മാമ്മ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണടച്ചിരുന്നു. കണ്ണട മാറ്റി കണ്ണടച്ച് കാണിച്ചപ്പോൾ ഈ കുഞ്ഞുകുട്ടി കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അമ്മാമ്മ ചോദിച്ചു, എന്തിനാ മോള് ചിരിക്കുന്നത്? അപ്പോൾ കുട്ടി പറയുകയാണ്, അതെ ഇന്നലെ മമ്മി പപ്പയോട് പറയുന്നത് കേട്ടു, അമ്മാമ്മ കണ്ണടച്ചിട്ട് വേണം നമുക്ക് സുഖമായിട്ട് ജീവിക്കുവാനായിട്ട്, അമ്മാമ്മ കണ്ണടച്ചിട്ട് വേണം നമുക്ക് സുഖമായിട്ട് ജീവിക്കുവാനായിട്ട്. ഒരു 80 വയസ്സുള്ള ഒരു അമ്മാമ്മ എന്നോട് വന്ന് പറഞ്ഞു, അച്ചോ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? വീട്ടിൽ മകനുണ്ട്, ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. എൻ്റെ മകനെ വളർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞെക്കേണ്ട നാൾ ജീവിച്ചത്. ഇപ്പോൾ 80 വയസ്സായി, മകൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു ജോലിയുണ്ട്, ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്. ഞാൻ ഈ കുടുംബത്തിൽ ജീവിക്കുന്നതിനെ പറ്റി അവർക്ക് ചിന്തയില്ല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ല. ഞാൻ മരുന്ന് കഴിച്ചോ, എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ, ഞാൻ സുഖമായിരിക്കുന്നുണ്ടോ എന്നൊന്നും അവർ അന്വേഷിക്കാറില്ല, ഒന്നും മിണ്ടാറില്ല. വീടിൻ്റെ മൂലം ഞാൻ ഇരിക്കുന്നു, അവർ പുറത്തു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്തിനാച്ച ഞാൻ ജീവിക്കുന്നത് എന്ന് സങ്കടം പറഞ്ഞ ഒരു പാവപ്പെട്ട അമ്മ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ വേറൊരു സംഭവം ഓർക്കുകയാണ്. ഞാൻ ഒരു പള്ളിയിൽ കുമ്പസാരിപ്പിക്കാൻ പോയേ, ആദ്യ കുർബാന സ്വീകരണമാണ് പള്ളിയിൽ. അപ്പോൾ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛൻ പേരൻസിൻ്റെ കുമ്പസാരം കേൾക്ക്, ഞാൻ കുട്ടികളുടെ കുമ്പസാരം കേൾക്കാം. വലിയ ഇടവകയാണ്, കുറേ കുട്ടികളൊക്കെയുണ്ട്, അങ്ങനെ കുറേ പേരൻസ് ഉണ്ട്. അങ്ങനെ കുമ്പസാരം തുടങ്ങി. അങ്ങനെ കുമ്പസാര കൂട്ടിയിൽ ഇങ്ങനെ ഓരോരുത്തരായി പേരൻസ് അങ്ങ് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തി വന്നു. ഈ വ്യക്തി എന്നോട് സംസാരിക്കാനായിട്ട് വായ തുറന്നപ്പോഴേക്കും എനിക്ക് വല്ലാത്ത രൂക്ഷ ഗന്ധം, ബീഡിയ സിഗരറ്റ് ഏതാണ്ടൊക്കെ വലിച്ച് വന്നിട്ട് ഭയങ്കര മണം. ഞാൻ പറഞ്ഞു, ഇത് എന്ത് മണാണത്, ഇതെങ്ങനെ ഇത് സഹിക്കാൻ പറ്റണതില്ലോ എന്ന് പറഞ്ഞപ്പോൾ, ബീഡി വലിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കുറേ നേരം ക്യൂ നിൽക്കണം, അപ്പോൾ മടുത്തു, അപ്പോൾ പുറത്തിറങ്ങി മുറ്റത്തിറങ്ങിയിട്ട് ബീഡി വലിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ വായി തുറന്നപ്പോഴേക്കും എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഭാര്യ എന്തുമാത്രം സഹിക്കുന്നുണ്ടാകും? ഈ രാത്രിയാകുമ്പോൾ കുടിയും കഴിഞ്ഞ് വലിയും കഴിഞ്ഞ് കുടുംബത്തിൽ കയറി വന്ന് ഈ സ്ത്രീയുടെ കൂടെ വന്ന് കിടക്കുമ്പോൾ ഈ സ്ത്രീ എന്തുമാത്രം സഹിക്കുന്നുണ്ടാകും? അപ്പോൾ ഈ മനുഷ്യനോട് തിരിച്ചു പറയണം, അയ്യോ എൻ്റെ ഭാര്യ അങ്ങനെ പരാതി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ മാന്യതയുള്ള സ്ത്രീയാണ്, നിങ്ങളുടെ ഭാര്യ മാന്യതയുടെ സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി ആ സ്ത്രീ വിഷമം പറഞ്ഞില്ല എന്നുള്ളൂ. പക്ഷെ നിങ്ങളൊരു ഭർത്താവാണ്,
നിങ്ങളുടെ അപ്പനാണ്. കുടുംബത്തിൽ ഭാര്യയുടെ മക്കളുടെ ആവശ്യം എന്താണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അവർക്ക് എന്താണ് വേണ്ടെന്ന് നിങ്ങളെല്ലാം നാട്ടുകാരാണത് അറിയേണ്ടത്. നിങ്ങൾക്കല്ലേ ഉത്തരവാദിത്തം. പിന്നെ അയാൾക്ക് മറുപടിയൊന്നുമില്ല. പ്രിയമുള്ളവരെ, മാതൃത്വവും സ്ത്രീത്വമൊക്കെ ചവിട്ടി മെതിക്കപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. എന്താണ്, വിഭജിക്കുകയോ അങ്ങനെ പേരുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പിന്നെ വേറെ ഏതോണ്ട് പേരൊക്കെയുള്ള അതുല്യ, അങ്ങനെ ഇല്ലേ, ഇങ്ങനെ സ്ത്രീധന പീഡനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വല്ല പ്രശ്നങ്ങൾ മൂലം അങ്ങനെ ഭർത്താക്കന്മാരുടെ പീഡനങ്ങൾക്ക് മൂലമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അവരെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മാതൃത്വവും സ്ത്രീത്വവും ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്ത് യോഗ്യതയാണ് നമ്മൾ മറിയത്തിൽ കണ്ടുമുട്ടുന്നത്? ദൈവത്തിൻ്റെ അമ്മ, സഹരക്ഷക എന്നൊക്കെ പറയുവാനായിട്ട് എന്ത് യോഗ്യതയാണ് നമ്മൾ മറിയത്തിൽ കണ്ടുമുട്ടുന്നത്? പ്രിയമുള്ളവരെ, മറിയം നസ്രസിലെ ചെറ്റപ്പുരയെ തിരുക്കുടുംബമാക്കി എന്നുള്ളതാണ് അവളുടെ യോഗ്യത. നസ്രസിലെ ചെറ്റപ്പുരയെ തിരുക്കുടുംബമാക്കിക്കൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ അവൾ തൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഏറ്റെടുത്തവളാണ്. മാതൃത്വത്തിന് പരിക്കേറ്റവളാണ്. കുടുംബജീവിതത്തിൽ കയ്പ് ഒരുപാട് കുടിച്ചവളാണ്. പഴയ നിയമത്തിൽ ഹവ്വ മൂലം മനുഷ്യകുലത്തിനുണ്ടായ ശാപത്തെ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യകുലത്തെ രക്ഷയുടെ അവകാശികളാക്കി തീർത്തത് ഈ മറിയമാണ്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന വാർത്ത കേട്ടപ്പോൾ ദൈവദൂതനെ അധിക്ഷേപിക്കുന്നില്ല, ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന മറിയത്തെ നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്നത്. ശിമിയോൻ ഉണ്ണിയെ കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ മകൻ നിന്റെ ഹൃദയത്തിൽ വാളായി തീരുമെന്ന്. ഇത് കേട്ടപ്പോൾ ഈ മകനെ ഇനി കൊണ്ടു നടക്കണ്ടെന്ന് കരുതിയില്ല, മറിച്ച് സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ മകനെ നന്മയിൽ വളർത്തിയവളാണ് മറിയം. അവസാനം കാൽവരിയിലേക്ക് സ്വന്തം മകൻ രക്തം വീണ് കുതിർന്ന മണ്ണിനെ ചവിട്ടിക്കൊണ്ടാണ് മറിയം നടന്നു നീങ്ങുന്നത്. കാൽവരിയിൽ നിൽക്കുകയാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുന്നത്. കാൽവരിയിൽ കുരിശിൻ ചുവട്ടിയിലവൾ നിൽക്കുകയാണ്. ഒരു സ്ത്രീക്ക് നിൽക്കുവാൻ സാധിക്കാത്തൊരു ഇടത്താണ് മറിയം നിൽക്കുന്നത്. കാരണം സാധാരണഗതിയിൽ സ്വന്തം മകൻ പിടഞ്ഞു മരിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കുവാൻ ത്രാണിയില്ലാതെ ഏതൊരു സ്ത്രീ, ഏതൊരു അമ്മയും തലകറങ്ങി വീഴുവാൻ സാധ്യതയുണ്ട്. പക്ഷേ യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു, അവൾ കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയാണ്. അവൾ ക്രൂരയായതുകൊണ്ടല്ല, മറിച്ച് ഈ വേദനയും ഈ സഹനവും ഞാൻ സഹിക്കണമെന്നുള്ളത് ദൈവഹിതമാണെങ്കിൽ അത് സഹിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോട് യേശുവിന് സഹത്തിൽ പങ്കുചേരുവാനാണ് അവൾ അവിടെ നിന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു രൂപപ്പെടുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു രൂപപ്പെടുവാൻ വേണ്ടി ഈറ്റുനോവ് അനുഭവിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുവാൻ വേണ്ടി ഈറ്റുനോവ് അനുഭവിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയമുള്ളവർ, നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതൊരു കുർബാനയിലോ ഒരു പ്രസംഗത്തിലോ ഒരു നൊവേനയിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല മറിയം, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട് മാറേണ്ടതുണ്ട്. പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന. മാതാവ് ദയുള്ളവളാണ്, പക്ഷേ കുരിശ് നീക്കുന്നൊരു യാഥാർത്ഥ്യമല്ല മറിയം. കുരിശ് ഏറ്റെടുക്കുവാൻ ശക്തി നൽകുന്നൊരു സാന്നിധ്യമാണ് മറിയം. കുരിശ് നീക്കുന്നവളാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം മകനോടും കുരിശ് താഴെയിട്ട് പോരെന്ന് മറിയം പറയുമായിരുന്നു. പക്ഷേ കുരിശിൻ്റെ വഴിയിൽ യേശു താങ്ങായി തണലായി കൂടെ നിന്നത് മറിയമാണ്. നമ്മുടെ ജീവിത യാഥാർത്ഥ്യം, നമ്മുടെ ജീവിത ബുദ്ധിമുട്ടുകളുടെ, തകർച്ചകളുടെ, വേദനയുടെ, രോഗത്തിൻ്റെയൊക്കെ അവസ്ഥയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ മറിയം നമ്മോട് പറയുന്നതും നീ തനിച്ചല്ല, മകനെ, മകളെ, നീ തനിച്ചല്ല, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മറിയം നമ്മുടെ ജീവിതയാത്രയിൽ മറിയം കൂടെ വരുന്നത്. ഇന്ന് മാതാവിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നിയോഗമുണ്ടായിരിക്കണം, പ്രാർത്ഥനയുണ്ടായിരിക്കണം. എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത്? നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബത്തിലെ സമാധാനം, സന്തോഷം, വിശ്വാസം, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാരണങ്ങൾ പലതുമായിരിക്കാം. മദ്യപാനത്തിൻ്റെ, ലഹരി മരുന്നുകളുടെ, അതുമല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആസക്തികൾ മൂലം ദാമ്പത്യ വിശ്വസ്ത നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ ഒക്കെ പ്രശ്നങ്ങളാണ് പലപ്പോഴും കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ലൂക്കായുടെ സുവിശേഷം 21:34 ലൂക്ക 21:34 വചനം പറയുകയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വികൃത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങൾ വന്ന് വീഴുകയും ചെയ്യും. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും പിശാച് കെണിയൊരുക്കി നിങ്ങൾ വീഴ്ത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, പിശാച് കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് കുടുംബത്തെ നശിപ്പിക്കുവാനായി, മക്കളെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാനായി, വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട്, ദമ്പതികളുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട്. അങ്ങനെ പിശാച് കെണിയൊരുക്കി കാത്തിരിക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിൽ മരണക്കിടക്കിൽ കിടക്കുന്ന ഒരു അമ്മയെ കാണുവാൻ ഞാൻ പോവുകയുണ്ടായി. ഈ സ്ത്രീ വിഷം കഴിച്ച് ആത്മഹത്യ ശ്രമിച്ച് അങ്ങനെ ഹോസ്പിറ്റലിലാണ്. കാണുവാൻ ചെന്നപ്പോൾ ഈ അമ്മയുടെ വിശേഷമൊക്കെ എനിക്കറിയാം. ഈ അമ്മ പറയാണ്, അച്ചോ,
എൻ്റെ ജീവിതം അച്ഛൻ ഏത് പള്ളിയിൽ പ്രസംഗിക്കാൻ പോയാലും പറയണം. കാരണം ഇതാണ്, അതായത് ഈ സ്ത്രീക്ക് 3 മക്കളുണ്ട്, പെൺമക്കളുണ്ട്. ഈ സ്ത്രീയുടെ ഭർത്താവ് കുടിയനാണ്, എന്നും കുടിച്ചു വരും. എന്തൊരു വിശേഷപ്പെട്ട ദിവസം, ഈ പെരുന്നാൾ വന്നാൽ, ക്രിസ്മസ് വന്നാൽ, ഈസ്റ്റർ വന്നാൽ ഈ സ്ത്രീക്ക് സ്വസ്ഥതയില്ല, ഈ കുടുംബത്തിന് സ്വസ്ഥതയില്ല. ഇന്നും ഈ മനുഷ്യൻ കുടിച്ചു വന്ന് ആകെ ബഹളം, ഭക്ഷണം എടുത്ത് എറിഞ്ഞു കളയുന്നു. ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ച് മറ്റേ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കാതെ അത് എറിഞ്ഞു കളയുക, അവരെ തല്ലുക, ഇടിക്കുക, അങ്ങനെ തെറിപ്പാട്ട്, അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. പല ധ്യാനത്തിനും കൊണ്ടുപോയി, പലയിടങ്ങളിലും ചികിത്സിച്ചു, ഒരു മാറ്റമില്ല. അവസാനം ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി അങ്ങനെ ആ മനുഷ്യൻ നല്ലവനായി തിരിച്ചു വന്ന ഒരു അനുഭവം ആ അമ്മ പറയുകയാണ്. പക്ഷെ അത് അധികം നീണ്ടു നിന്നില്ല. അടുത്ത വീട്ടിൽ ഒരു വീട് വെഞ്ചരിപ്പ്, പുതിയ വീട് വെച്ച് വീട് വെഞ്ചരിപ്പിന് അവരെ ക്ഷണിച്ചു. ഇവരെല്ലാവരും സന്തോഷത്തിൽ അങ്ങനെ പോയി, അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു. ഒരുമിച്ച് പോയ കുടുംബം തിരിച്ചു വന്നപ്പോൾ ഈ ഭർത്താവ് പറയുകയാണ്, നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. ഈ സ്ത്രീക്ക് മനസ്സിലായി ഇത് ബുദ്ധിമുട്ടിലേക്കാണ്, പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഈ സ്ത്രീ നിർബന്ധിച്ചു, നമുക്ക് ഒരുമിച്ച് പോകാം, നമ്മൾ ഒരുമിച്ചല്ല വന്ന് ഒരുമിച്ച് പോകാം, ഇവിടെ നിന്ന് ശരിയാവില്ല. കൂടെ നിർബന്ധിച്ച് ഈ മനുഷ്യൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഈ 3 പെൺമക്കളും അമ്മയും തിരിച്ചു വന്നു. കുറേ കഴിഞ്ഞിട്ട് കാണുന്നില്ല, 8 മണി 9 മണിയെ, ഇത് 10 മണിയായപ്പോഴേക്കും 2 കാലി പോയ ഈ ഭർത്താവ് 4 കാലി വരുന്ന ഒരു കാഴ്ച. ഇത് കണ്ട് ആ ഭാര്യയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല. ആ ഭാര്യ ചെടിക്ക് ഒക്കെ ഉപയോഗിക്കാൻ വെച്ചിരുന്ന വിഷം എടുത്ത് കഴിച്ച് അങ്ങനെ ആത്മഹത്യ ശ്രമിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സ്ത്രീ പറയണം, അച്ചോ, മാതാപിതാക്കളോട് പറയണം, പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോൾ മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തണം. ഏതൊരു വ്യക്തിയും കെട്ടിച്ചു കൊടുത്ത, പക്ഷേ മദ്യപിക്കുന്നൊരുവനും ഒരു മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഇടയാക്കരുതേന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തണം. കാരണം അത്രമാത്രം ദുസ്സഹമാണ് ഒരു കുടിയൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത്, അത്രമാത്രം ദുസ്സഹമാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. അതൊരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ജീവിതം മുഴുവനുമാണ് സ്ത്രീകൾ ഇതുപോലെ ജീവിതം ഹോമിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് സഹിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മദ്യം പിശാചിൻ്റെ ആയുധമാണ്. അത് കുടുംബങ്ങൾ തകർക്കും. അതുപോലെ ലഹരി വസ്തുക്കൾ, ഇന്ന് സ്കൂളുകളിൽ പോലും ലഹരി വസ്തുക്കൾ. 8ാം ക്ലാസ്സിൽ കുമ്പസാരിക്കുന്ന ഒരു പയ്യനും പറഞ്ഞു, ഞാൻ ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ എവിടെ നിന്ന് കിട്ടുന്നു? മാതാപിതാക്കൾ അന്വേഷിക്കുന്നുണ്ടോ? ഈ മക്കൾ എവിടേക്ക് പോകുന്നു? ആരുടെ കൂടെ കറങ്ങുന്നു? ആരൊക്കെയാണ് കൂട്ടുകാർ? എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്? അന്വേഷിക്കണം. നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന കൂട്ടത്തിൽ ഈശോയെ കൂടി കൊടുക്കണം. കൊടുക്കാത്ത പക്ഷം പുറത്തൊരു ഒരു സിസ്റ്റം തന്നെ കാത്തിരിക്കുന്നുണ്ട്. മക്കൾ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ, ഗ്യാങ്ങിൽ പെടുത്തുവാനായി, തിന്മയുടെ അടയാളാക്കി തീർക്കുവാനായിട്ട് ഒരു സിസ്റ്റം തന്നെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാത്ത പക്ഷം നമ്മുടെ കുടുംബങ്ങളിലും പിശാചിന് കണി വന്നു വീഴുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ പർദ്ദ ധരിച്ച് റീൽസ് എടുത്തു. ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ ആവശ്യം എന്താ? ഇതും പറഞ്ഞിട്ട് കരയുകയാണ്. പർദ്ദ ഇട്ടിട്ട് റീൽസ് എടുത്ത് അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു, നിനക്ക് വല്ല പ്രണയമുണ്ടോ? ഉണ്ട്. ആരായിട്ട്? ഒരു മുസ്ലിം പയ്യനുമായിട്ട് പ്രണയത്തിലാണവൾ. അപ്പോൾ നീ അവൻ്റെ കൂടെ ജീവിക്കണം, അപ്പോൾ അതുകൊണ്ട് ആ വസ്ത്രമൊക്കെ ധരിക്കണം, അതൊക്കെ ഇട്ട് റീൽസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ പോകാൻ തയ്യാറായിരിക്കുകയാണ്. +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചു. കാരണം വീട്ടിൽ നിന്ന് സ്നേഹമില്ല. അപ്പം ഞാൻ ഒരാളെ കണ്ടെത്തി. എവിടെ? പാലക്കാടുള്ള ഒരുത്തനെ. പെൺകുട്ടി തൃശ്ശൂർ. എങ്ങനെ കണ്ടെത്തി? ഇൻസ്റ്റാഗ്രാം വഴി കണ്ടെത്തി പെൺകുട്ടി. എന്നിട്ട് ഞാൻ ഒളിച്ചോടി പോകാം. കാരണം അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടണില്ല. അവർ പഠിക്കാൻ നിർബന്ധിക്കുന്നു, അതിന് നിർബന്ധിക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് സ്നേഹം കിട്ടണില്ല. അപ്പോൾ സ്നേഹം അന്വേഷിച്ച് അങ്ങനെ പോയി. ഞാൻ ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ ഒരു ഹിന്ദു പയ്യനാണ്. നീ ഇവനെ നീ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. നീ ഇവൻ്റെ ഗുണവിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവൻ ആരാണ്? എന്താണ്? പെടുപിടിയനാണ്? കഞ്ചാവലിക്കാരാണ്? പോലീസ് കേസുണ്ടോ? അടിപിടി കേസുണ്ടോ? കൊലപാതകം വല്ലതും അറിയാമോ? ഒന്നും അറിയില്ല. പിന്നെ നീ എന്ത് ഭാവിച്ചെങ്ങനെ നടക്കുന്നത്? അല്ല, ഏട്ടായി പറഞ്ഞു, ഏട്ടായി നല്ല ഏട്ടായി ആണെന്ന് പറഞ്ഞു. ഏട്ടായി നല്ല ഏട്ടായി എന്ന് ഏട്ടായി തന്നെ പറഞ്ഞേക്കാണ്. അതും വിശ്വസിച്ച് അവൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾ. എൻ്റെ ഒരു ബന്ധു ഒരു ദിവസം വിളിച്ചു, ഫോൺ വിളിച്ച് പറഞ്ഞു, അച്ചോ എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, കോളേജിൽ പോയി മകൾ തിരിച്ചു വന്നിട്ടില്ല. MBA പഠിക്കാനായിട്ട് ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ട്, ഈ മകൾ മൂത്ത മകളാണ്, അവളെ MBA പഠിക്കാനായിട്ട് വിട്ടതാ. കോളേജിൽ പോയി മകൾ തിരിച്ചു വന്നിട്ടില്ല. അവൾ സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്, ബൈ ബൈ ചാലക്കുടി എന്നും പറഞ്ഞ് ബൈക്കമ്മ കയറി കോളേജ് ഹോസ്റ്റലിലെ ക്യാൻറ്റീനിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, എവിടെ? കണ്ണൂരുള്ളൊരു ഹിന്ദു പയ്യൻ്റെ കൂടെ ബൈക്കമ്മ കയറി പോയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ, കുടുംബത്തിൽ അപ്പനെയും അമ്മയും മറന്ന്, സ്വീകരിച്ച വിശ്വാസം മറന്ന്, ചൊല്ലിച്ചീലിച്ച ഈശോ എന്ന പദം മറന്ന്, സ്വീകരിച്ച കൂദാശകളുടെ മഹത്വം മറന്ന്, കുർബാനയുടെ രക്ഷ മറന്ന്, ഒരു ദിവസം
എവിടെയോ വെച്ച് കണ്ടുമുട്ടിയ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുവാനായിട്ട് കുടുംബത്തിലെ മക്കൾക്ക് മടിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെയാണ് കുടുംബങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ, അച്ചോ വല്ലാത്ത സങ്കടമുണ്ട്, എൻ്റെ ഭർത്താവിനോട് ഒട്ടും സ്നേഹമില്ല. കാരണം അയൽപക്കത്ത് ജോലിക്ക് വന്ന ഒരു സ്ത്രീയുമായിട്ട് ഈ ഭർത്താവിന് ഇപ്പോൾ പ്രണയമാണ്. അയൽപക്കത്ത് ജോലിക്ക് വന്ന അത് കണ്ടുപിടിച്ചത് എൻ്റെ മകളാണ്, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ. ഈ മനുഷ്യൻ കുറച്ച് നാളുകളായിട്ട് കുടുംബത്തിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ല, എപ്പോഴും മൊബൈലും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. മൊബൈലും പിടിച്ച് ആരൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട്, ഈ ഭാര്യയും മക്കളും ആരെങ്കിലും വന്ന് അടുത്ത് വന്നാൽ അപ്പോൾ ആൾ മാറിപ്പോകും. ഈ ഫോണും പിടിച്ച് നടക്കുകയാണ്, വീഡിയോ കോൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുകയാണ്. സംശയമായി, കാരണം കുടുംബത്തോട് ഭാര്യയോട് താല്പര്യമില്ല, കുടുംബത്തിലെ കാര്യം ശ്രദ്ധയുമില്ല. അങ്ങനെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ നല്ല ബോധം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. ഈ പെൺകുട്ടി അന്വേഷിച്ച് മൊബൈൽ ചെക്ക് ചെയ്തു, തിരിച്ചറിഞ്ഞു അയൽപ്പക്കത്തുള്ളൊരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നു, നഗ്ന ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു. ഇങ്ങനെയുള്ള പരിപാടികളാണ്. ഈ സ്ത്രീ പറഞ്ഞത്, എൻ്റെ അച്ചോ, എൻ്റെ മകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭർത്താവിൻ്റെ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്ത് എന്നെ കാണിച്ചപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അച്ചോ. ഒരു മൊബൈൽ ഫോണിലൂടെ എവിടെയോ കിടക്കുന്ന ആൾക്കാർ കണ്ടെത്തി സ്വന്തം കുടുംബത്തിൻ്റെ മഹത്വത്തെ, സ്വന്തം ഉത്തരവാദിത്തങ്ങൾക്ക് മറന്ന് ജീവിക്കുന്ന വ്യക്തികൾ. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഇങ്ങനെ ഇല്ലേ റീയൂണിയൻ അല്ലേ, അതും പറഞ്ഞ് ഒരു സ്ത്രീ സ്വന്തം മക്കൾക്ക് വിഷം കൊടുത്ത് ഭർത്താവിനെ ഉപേക്ഷിച്ച് അങ്ങനെ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരുത്തൻ്റെ കൂടെ പിന്നീട് എപ്പോഴും കണ്ടുമുട്ടിയപ്പോൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ. ഇതെന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ പിശാച് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കണ്ടു, നീന എൽദോസ് അല്ല, അങ്ങനെയല്ലോ, സോന എൽദോസ്, ഒരു പെൺകുട്ടി മരിച്ചില്ലേ, ആത്മഹത്യ ചെയ്തത്. ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവസാനം മതം മാറുന്നൊക്കെ നിർബന്ധിച്ചു, അതിന് പറ്റാതെ വന്ന് അവൾ ആത്മഹത്യ ചെയ്തു. ആ പയ്യനെ പറ്റിയുള്ള വിശേഷം കേട്ടപ്പോൾ നമുക്ക് ആകെ തലകറങ്ങുന്ന അവസ്ഥയാണ്. പെണ്ണുപിടി കേസിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത, ഇത് അറിഞ്ഞിട്ടും അവൻ, ഈ പെൺകുട്ടിക്ക് പിന്മാറാൻ പറ്റണില്ല. അഡിക്ഷൻ, ഇങ്ങനെയുള്ള പ്രേമത്തിൽപ്പെട്ട അഡിക്ഷൻ ആയിരിക്കുകയാണ്. അത് തിരിച്ചു വരാൻ പറ്റില്ല. അവൾ അമ്മയോട് പറയുകയാണ്, ഞാൻ ജീവിച്ചിരുന്നാൽ ഒരു പക്ഷേ അവനോട് വീണ്ടും ഞാൻ സഖ്യത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്, അവന് കൂടെ പോകാൻ സാധ്യത, ഞാൻ മരിക്കുകയാണ്. ഇതൊക്കെ അത്രമാത്രം അഡിക്ഷനായി പോകുന്ന അവസ്ഥ. കുടുംബത്തിൽ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണം, വിശുദ്ധി പറഞ്ഞു കൊടുക്കണം. കുടുംബത്തിൽ മക്കൾ ദേവാലയത്തിൽ ചേർത്ത് വളർത്തണം. അല്ലാത്ത പക്ഷം പിശാച് നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ നശിപ്പിക്കുമെന്നുള്ള വലിയ അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മേ മാതാവേ, ഞങ്ങൾ കുടുംബങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന്, ഞങ്ങൾ കുടുംബത്തിലെ മക്കളെ നന്മയിൽ വളർത്തണമേ എന്ന്, ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും കുടുംബത്തിന് വേണ്ടി ജീവിക്കാനുള്ള ബോധ്യം കൊടുക്കണമേ എന്ന്. അങ്ങനെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ പ്രതിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രണ്ടാമത്തെ ഹവ്വായായ നിർമ്മല കന്യകയെ റൂഹായുടെ ആവാസത്താൽ പരിശുദ്ധിയാക്കി തീർത്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയുടെ തുറമുഖവും ആവശ്യത്തിലിരിക്കുന്നവർക്ക് അത്ഭുതകരമായ അഭയസങ്കേതവുമായ പരിശുദ്ധ അമ്മയെ നൽകിയ മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗാരോപണത്തിലൂടെ മാലാകമാരുടെയും മനുഷ്യരുടെയും മുൻപിൽ തന്റെ അനുഗ്രഹീതയായ അമ്മയെ ബഹുമാനിച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യുദ്ധരിച്ചുകൊണ്ട് ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ ദിവസം തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ കൃപ നൽകുകയും ഭാരതത്തെയും ഭാരതമക്കളെയും ദൈവപുത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും
ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹായേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭ ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്ന പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ കുരിശിലൂടെ ലഭിച്ച രക്ഷയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെയും മുഴുവനെയും അനുഗ്രഹിക്കണമേ. ജൂബിലി വർഷത്തിൽ പ്രത്യാശയോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അചികണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ ദൈവമേ, തവ കൈകളിൽ മോദമോടെ ഞാൻ ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ. ദൈവമേ, തവ കൈകളിൽ മോദമോടെ ഞാൻ. പുണ്യവും പാപവും എൻ്റെ സർവവും ദൈവമേ നൽകിടാം ദിവ്യ കൈകളിൽ. പുണ്യവും പാപവും എൻ്റെ സർവ്വവും ദൈവമേ നൽകിടാം ദിവ്യ കൈകളിൽ. ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ ദൈവമേ, തവ കൈകളിൽ മോദമോടെ ഞാൻ. ആത്മജനും ദിവ്യറൂഹാക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ
പ്രാപിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നിത്യം വാഴ്ത്തിടാം. സർവശക്തതാതനാ ഏകദൈവമേ, വിശ്വസിപ്പോ മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവകാലന സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാം സത്യതാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാം ഈശുദൈവജൻ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂരു ദൈവമാണേക സത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായെങ്കിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാൻ മർത്യരൂപമാതിനെ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മഞ്ഞുലുത്തിതൻ മകത്ത പൂർണ്ണ ശോഭയിൽ. സ്വർഗ്ഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിതകാന്തിയിൽ. ഒടുവിലെത്തും ഈ മഹീലർന്നു വിധിയുവാൻ സകലരും ശ്രവിക്കും മധ്യവിനീതരായി. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന
സത്യദൈവമായി ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സദാ സൈനിക പ്രഭാവമാർന്ന സർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാകുമേക ദൈവമേ വിശ്വസിപ്പുമല്ലരാം ഞങ്ങളങ്ങയിൽ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനതികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തും ഉണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ.
ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ 10,000ങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൊവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒലിവിൻ ചില്ലകൾ കയ്യിൽ ഏന്തിടും ജനമേ പാടിടൂ നാഥനോശാന. ഭൂതബന്ധങ്ങളെ ഭൂനിവാസികളെ ആത്തുപാടിടുക നാഥനോശാന. ബലവാനും കർത്താവുമായവൻ സൃഷ്ടാവും രാജാവുമായവൻ മിശിഹാരാജനെന്നീ വഴിയിൽ ആഗതനാകുന്നു. ഹോസാന 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 ഹോസാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലിത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തായ്ക്കും അറ്റോണി പിതാവിനും പുരോഹിതന്മാർ സംസ്ഥാനമാ സമർപ്പിതറൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമതം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ഈ സ്നേഹ സമൂഹത്തിന് പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങൾക്കും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവം മിശിഹാ വന്ന് ജീവദായകം സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവം ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നിർമ്മല വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തേണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മലിനതയെല്ലാം കഴുകി ധന്യരാകാ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാ. ഏകമനസ്സായി ദിവ്യരഹസ്യം നിതരാമുൾക്കൊള്ളാം. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നാവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിനും ഒരു സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുക പരിശുദ്ധനാകുന്നു,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയായ മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. നിന്റെ കടന്നുപോകലിന്റെ ദിവസം സ്വർഗം ആനന്ദിക്കുകയും ഭൂമി ആഹ്ലാദിക്കുകയും ചെയ്തു. സഹോദരരെ വരുവിൻ, നമുക്ക് മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടുകൂടെ അവനെ സ്തുതി പാടാം. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം പൂജ്യമേ, ദിവ്യയാത്രയിൽ എന്റെ ദിവ്യപാതയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ, സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ. നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം പൂജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എന്റെ ദിവ്യപാതയമേ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പറുദീസ, എന്നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയും നീശോയ്ക്കാരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ.
ആധ്യാത്മികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃത്യതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അറിയിപ്പുകളും ഇന്ന് ഉച്ച കഴിഞ്ഞ് 4:30 ഇവിടെ മൂന്നാമത്തെ വിശുദ്ധ കുർബാന. ആ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാൾ പ്രദക്ഷിണത്തിന് എല്ലാ ദർശന സഭാംഗങ്ങളും സഭാവസ്ത്രം ധരിച്ച് പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രദക്ഷിണ പള്ളിയിൽ എത്തിച്ചേർന്നതിന് ശേഷം 7 മണിയോടെ സിനിമ പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് കോഞ്ചിറ തീർത്ഥകേന്ദ്രത്തിൽ വൈകിട്ടുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. നാളെ രാവിലെ 6:30 ദർശന സഭയിൽ നിന്ന് മരണപ്പെട്ട് സഭാംഗങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും വലിയ ഒപ്പീസും സിമിത്തേരി സന്ദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. നാളത്തെ വിശുദ്ധ കുർബാനയിലും സഭാംഗങ്ങൾ സഭാവസ്ത്രം ധരിച്ച് പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന ദിവസം നമ്മളോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിൻസ് ഫോട്ടോക്കാരൻ CMI അച്ഛൻ്റെ അടുത്ത് ആദ്യം ജോയ് മാസ്റ്റർ കൂടിയാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛന് നമുക്കൊരു പാട്ടുകുർബാനയ്ക്ക് ഒരു അച്ഛനെ കിട്ടണം, ഈ ദിവസം ഭയങ്കര തിരക്കായിരിക്കും, കാരണം എല്ലാ പള്ളിയിലും ഒരേ സമയത്ത് പരിപാടികളുള്ള കടമുള്ള ദിവസമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് വരാമെന്ന് നിൽക്കുകയും ഒപ്പം തന്നെ എനിക്ക് വലിയ ആശ്വാസമായിട്ട് അച്ഛൻ ഇങ്ങോട്ട് പറയുകയുണ്ടായി, സന്ദേശവും കൂടി ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന്. ഞാൻ നേരത്തെ നമ്മളൊരു ദിവസം CMI അച്ഛന്മാർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, അവരൊരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്നവരാണ്. നമ്മൾ ഒരു കുർബാന ചോദിച്ചപ്പോൾ സന്ദേശം കൂടി ഫ്രീ ആയിട്ട് തന്ന അച്ഛനാണ് നമ്മുടെ ഷിൻസ് അച്ഛൻ. അപ്പോൾ വലിയ മനസ്സോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് നമ്മളിവിടെ വരികയും നമുക്കറിയുന്ന അച്ഛൻ വന്ന് തുടങ്ങിയ പുറപ്പെട്ട സമയം മുതൽ ഇവിടെ എത്തുന്നവരെ നല്ല മഴയായിരുന്നു. അതൊക്കെ അച്ഛൻ നല്ല മനസ്സോടെ ഏറ്റെടുത്ത് നമ്മുടെ ഈ ദേവാലയത്തിൽ വന്ന് നമ്മുടെ ദർശന സഭയുടെ തിരുനാളിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും വിശുദ്ധ ബലിയർപ്പിക്കാനും നല്ല ഒരു സന്ദേശം ഒരുപാട് അനുഭവങ്ങളിലൂടെ അച്ഛൻ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. എല്ലാറ്റിനുമായിട്ട് അച്ഛനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പേരിൽ. ഞാനങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇനി വേറെ അച്ഛന്മാരൊന്നും വിളിക്കണ്ടല്ലോ, എന്തായാലും നമ്മുടെ ഷിൻസച്ചൻ വന്ന് കുർബാനയും പ്രസംഗമൊക്കെ നടത്തുമല്ലോ, അപ്പോൾ പിന്നെ ഇനി ടെൻഷനില്ല എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോഴാണ് ദർശന സഭയുടെ പാരമ്പര്യം എന്നെ നോക്കി കണ്ണുരുട്ടുന്നത്. ഈ കുർബാനയ്ക്ക് 3 പേരില്ലാത്ത കുർബാനയില്ലാത്ത ചരിത്രം ഉണ്ടായിട്ടില്ല, വെറുതെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കണ്ട, എവിടെന്നെങ്കിലും ഒരു അച്ഛനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പ്രതിസന്ധിയിലായി, നമുക്കൊരച്ഛനെ വിളിക്കണമല്ലോ. ഞാൻ ജോയി മാഷ വീണ്ടും സമീപിച്ചു, പ്രസിദ്ധി എന്നല്ലേ ഞാൻ വീണ്ടും സമീപിച്ചു. നമുക്ക് ആരെയാണ് ഒരാൾ കിട്ടുക? എനിക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇനി എന്ത് റോളാണ് കൊടുക്കുക? സന്ദേശം ഇവിടെ ഷിൻസച്ചൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി വേറൊരു അച്ഛൻ വരുമ്പോൾ എന്ത് റോളാണ് കൊടുക്കുക? അച്ഛൻ വന്ന് ഇവിടെ നിന്നോളാൻ പറയണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രവീണച്ചനെ വിളിക്കുന്നത്. പ്രവീണച്ചന് ആ ശരീരം കണ്ടപ്പോൾ ഞാൻ പേടിച്ചെങ്കിലും അതിൻ്റെ ഉള്ളിൽ വിശാലമായൊരു മനസ്സുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വളരെ സിമ്പിളായിട്ട് ഞാൻ അവിടെ നിൽക്കാച്ചാ ഒരു കുഴപ്പമില്ല, എന്താ കുഴപ്പം? ഇത്രയും സന്തോഷത്തോടു കൂടിയിട്ട് വരികയും
അച്ഛൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കുമ്പസാരത്തിനൊക്കെ അച്ഛൻ വിളിച്ചപ്പോൾ നല്ല മനസ്സോട് കൂടിയിട്ട് വരികയും നമ്മെ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. അപ്പോൾ നമ്മുടെ പ്രവീണച്ഛന് ഞാൻ പറഞ്ഞില്ലേ, ഒരു റോളുമില്ലാതെ എങ്ങനെയാണ് ഒരു അച്ഛനോട് വിളിച്ചിരുത്തുക എന്ന് വെച്ചിട്ട് ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നല്ല മനസ്സോടെ അച്ഛൻ പറയാണ്, ഒരു കുഴപ്പമില്ല അച്ഛൻ. ഞാൻ അച്ഛനവിടെ ഇന്ന് സ്കൂളിൽ കൊടിയേറ്റവും സന്ദേശം കൊടുക്കലൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഓടിപ്പടഞ്ഞ് കൃത്യം 10 മണിക്ക് ഇവിടെ എത്തിച്ചേരുന്നത്. അച്ഛനോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം നമ്മുടെ പാരമ്പര്യം നമുക്ക് പാലിക്കും വേണം, ഇങ്ങനെ ഒരാൾ കിട്ടും വേണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അത് എങ്ങനെയാണ് തരണം ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് മാതാവിന് പ്രത്യേകമായിട്ട് ഇടപെട്ടാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നറിയാം. ഏതായാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് പ്രവീണച്ഛനെ നമുക്ക് ഈ 3 പേര് തയ്ക്കാനായിട്ട് കിട്ടി എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം അച്ഛൻ്റെ മനസ്സിനാണ് ഞാൻ നന്ദി പറയുക. അച്ഛന് അച്ഛൻ പറഞ്ഞ സന്ദേശത്തിനോ അച്ഛൻ പാടിയ പാട്ടിനോ അല്ല, അച്ഛൻ്റെ വലിയ മനസ്സിന് എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ തിരുനാൾ മനോഹരമാക്കാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ദിവസങ്ങളായി ഇതിൻ്റെ പുറകിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ ഉള്ള ഒരു തിരുനാളാണിത്. ഒന്നും നഷ്ടമാകരുത് എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി നമ്മളെല്ലാം കൃത്യതയോടെ പാലിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒരുപാട് സമയം ചെലവഴിക്കണം, നമ്മുടെ അധ്വാനം ചെലവഴിക്കണം, നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. അതിനൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ സഹകരിക്കും നമ്മുടെ ഈ നവനാൾ കുർബാനയ്ക്കും മറ്റെല്ലാ പരിപാടികൾക്കും, നമ്മുടെ ഊട്ടിന്, അതുപോലെ ഇനി നമ്മൾ ഉച്ച കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പ്രദക്ഷിണത്തിന്, എല്ലാ ദിവസങ്ങളിലും കൂടുതൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഭാരവാഹികളോട് അല്ലെങ്കിൽ മേശക്കാരോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അവരുടെ ഒരു കൈക്കാരന്മാർ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ തന്നെ അവർ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൊരു തിരുനാളാണിത്. കാരണം കൈക്കാരന്മാർക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല. എല്ലാം നമ്മുടെ സംഘടനയുടെ മേശക്കാരുടെ നേതൃത്വത്തിൽ സഭാംഗങ്ങളുടെ സഹകരണത്തോടെ ഭംഗിയായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അത് ഇതോടെ മറ്റൊരു പള്ളി പോലെ തന്നെ അത്രയും ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് നല്ല മനസ്സോടെ ഞങ്ങൾ മുന്നോട്ട് വരികയും അത് എല്ലാവരും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പം അതുകൊണ്ട് എല്ലാ ദർശന സഭാംഗങ്ങളോടും ദേശവരുടെ കുടുംബാംഗങ്ങളോട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഗായക സംഘവും ഓൾട്ടർ ബോയ്സുമൊക്കെ എല്ലാ ദിവസവും ഇവിടെ പ്രസൻ്റായിരുന്നു. നമ്മുടെ തിരുക്കർമ്മങ്ങൾക്ക് ഗാനങ്ങൾ ആലപിക്കുവാനും ശുശ്രൂഷികളായിട്ട് ആയിരിക്കുവാനുമൊക്കെ അവരുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ഭാരതത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനമാണ് എന്ന് അതിൻ്റെ ആഘോഷങ്ങളും കൂടി നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ അൾത്താരയിൽ അതിൻ്റെ ക്രമകർണമായിട്ടുള്ള മനോഹരമായ ചിട്ടയിൽ പൂക്കൾ വയ്ക്കുകയും ഇവിടെ അൾത്താരയും മറ്റും അലങ്കരിക്കുകയൊക്കെ ചെയ്ത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച അമ്മമാരോടുമൊക്കെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൈക്കാരന്മാരോടും ദേവാലയ ശുശ്രൂഷയോടും ഇനി ആരൊക്കെ ഈ തിരുനാളിന് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള പ്രദക്ഷിണമാണ്. അത് നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്, മഴ പെയ്താൽ അത് കാണിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇന്നലെ അത് വെല്ലുവിളിച്ച് നമ്മൾ നടത്തിയതാണ്. മഴ പെയ്യണമെങ്കിൽ പെയ്തോട്ടെ, മഴ പെയ്യാതിരിക്കണമെങ്കിൽ പെയ്യാതിരുന്നോട്ടെ, പക്ഷെ നമ്മൾ പ്രദക്ഷിണം നടത്തിയിരിക്കും. അത് നമ്മൾ ഇന്നലെ അതിനൊരു ചെറിയ പരിശീലനം നമ്മൾ നടത്തി. ഇന്നലെ വൈകുന്നേരത്തെ പ്രദക്ഷിണത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം
ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കുടയൊക്കെ ചൂടി അവിടെ പ്രദക്ഷിണവും ആ ചടങ്ങ് വളരെ മനോഹരമാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഇന്ന് 4:30 മണിക്കുള്ള കുർബാന കഴിയുമ്പോൾ മഴയുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കേണ്ട. നിങ്ങൾ വന്നില്ലെങ്കിൽ ഇവിടെ ഭംഗിയായിട്ട് ഈ ചടങ്ങ് ഇവിടെ ഞാൻ നടത്തും. അതുകൊണ്ട് നിങ്ങൾ മഴയായതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അവർക്കത് തീരാ നഷ്ടമായിരിക്കും എന്നതിലൊരു സംശയവുമില്ല. മഴയായതുകൊണ്ട് അവിടെ ഒരു പരിപാടി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടിരിക്കേണ്ട. മഴയാണെങ്കിൽ അടിച്ചു പൊളിച്ച് ഞങ്ങൾ എല്ലാവരും കുട പിടിച്ചിട്ട് പരിപാടി നടത്തും. അതുകൊണ്ട് എല്ലാവരും വരണം എന്ന് തന്നെയാണ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല വെച്ചിട്ട് വീട്ടിലിരിക്കേണ്ട. മഴയാണെങ്കിലാണ് ഏറ്റവും നല്ല പ്രദർശനം നടത്തുക. മഴയില്ലെങ്കിൽ കുറച്ച് പേരൊക്കെയാണ് കുട പിടിച്ച് നടക്കുകയുള്ളൂ. മഴയുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എല്ലാവരും കുട ചൂടിയിട്ട് പട്ടുകുട തന്നെ കൊണ്ടുവരാം നിങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്നതൊക്കെ പട്ടുകുട തന്നെയാണ്. ശരിക്കും മറ്റേ കറുത്ത കുട വളരെ കുറവാണ്. മഞ്ഞ, പച്ച, ചുവപ്പ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ആൾക്കാർ വരണേ. ആ കുടയൊക്കെ ചൂടിയിട്ട് നമ്മൾ നല്ല ഒരു പ്രദർശനം നടത്തും. അതുകൊണ്ട് അതിന് എല്ലാവരും വന്ന് സഹകരിക്കണം. നമുക്ക് നമ്മുടെ തിരുനാളിന് നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചില പാരമ്പര്യങ്ങൾ നമ്മൾ നഷ്ടമാക്കരുത്. ഈ കൊല്ലം മഴയായതുകൊണ്ട് പ്രദർശനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ തലമുറയെ അടുത്ത് വരുന്ന തലമുറ ചോദിക്കും, എന്തേ നിങ്ങളത് നഷ്ടമാക്കിയതെന്ന്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് 4:30 മണിക്കാണ് നമ്മുടെ കുർബാന. നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺ കടങ്കനച്ചനാണ് കുർബാന ചെല്ലുന്നത്. കുർബാനയ്ക്ക് ശേഷം നമ്മുടെ റോഡിലൂടെയുള്ള നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം, അതായത് നമ്മുടെ പ്രദക്ഷിണം നടത്തുന്നതാണ്. എല്ലാ ദർശന സഭാംഗങ്ങളും ബാക്കി എല്ലാവരെയും ഞാനതിലേക്ക് ക്ഷണിക്കുകയാണ്. വന്നതിനോട് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന തുടരും. ആത്മശരീരത്തോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങയൊക്കെ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണീയമായ ദാനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാത്തവനെ ഞാൻ ദിവസം ഉയിർപ്പിക്കും. നിത്യായുസ്സവ
അഖിലാർത്ഥം ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകി അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയുടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ ഇല്ലെന്നറിഞ്ഞുകൂടാ. നിത്യപുരോധനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷക്ത കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങ് വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മാതൃത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പല സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ യുഗത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മഠവുമായി തീരട്ടെ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യുതി രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി